ഇതാദ്യം തന്നെ എൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം റെഡും യെല്ലോയും ഗ്രീനും എല്ലാം വാഷ് ചെയ്ത് കട്ട് ചെയ്ത്. ഓയിൽ നമുക്ക് കുക്കിംഗ് ഓയിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ ഇനഫാണ്. പെരുംജീരകവും ചെറിയ ജീരകവും കടുകും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇത് പൊട്ടിക്കഴിയുമ്പോഴത്തേനും ബ്രൗൺ കളറാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം എല്ലാം നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി വലിയ വലിയ കഷ്ണങ്ങളാക്കി തന്നെ കട്ട് ചെയ്യണം. വെളുത്തുള്ളി, ഒരു പച്ചമുളക് ചേർത്താൽ മതി. ഇത് ഡീപ് ഫ്രൈ ആവണ്ട, ഷാലോ ഫ്രൈ ആയാൽ മതി. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു വശം തന്നെ അങ്ങോട്ട് ഷാലോ ഫ്രൈ കൂടുതലായിട്ട് വരും. ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്കിൻ്റെ പാനായ കാരണമാണ് ഇങ്ങനെ ഇളക്കണത്, അല്ലെങ്കിൽ നമുക്ക് തവി കൊണ്ട് തിരിച്ച് മറിച്ച് വിടാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരുവിധം നന്നായി ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. കോളിഫ്ലവർ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ക്യാപ്സിക്കം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 3 വെറൈറ്റി ക്യാപ്സിക്കം ഉണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ക്യാരറ്റ് കട്ട് ചെയ്തതാണ്, അത് ചേർത്ത് കൊടുത്തു. ഗ്രീൻ പീസ് ഇടാനായിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ട്. ഇത് അല്പം കൊറിയാണ്ടർ പൗഡറാണ്, 1/4 ടീസ്പൂൺ ഉണ്ട്. മഞ്ഞൾപ്പൊടി നല്ലോണം 1/4 ടീസ്പൂൺ ഉണ്ട്. ഈ കൊറിയാണ്ടർ പൗഡറൊക്കെ ഞാൻ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നതാണ്. ഗരം മസാല 1/4 ടീസ്പൂൺ ഉണ്ട്, അതും വീട്ടിൽ പൊടിച്ചത് തന്നെയാണ്. അടുത്തതായിട്ട് 1/4 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇത് അല്പം ചാട്ട് മസാലയാണ്. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തു. ചാട്ട് മസാല അല്പം ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ കമ്പനിയുടെ ചാട്ട് മസാലയാണ് ഞാൻ ഇട്ടത്. നല്ല ടേസ്റ്റ് പോലെ എനിക്ക് തോന്നി, അതുകൊണ്ടൊന്ന് ചേഞ്ച് ചെയ്ത് ഉണ്ടാക്കാമെന്ന് കരുതി. പൊതുവേ ഞാൻ ചാട്ട് മസാല ഇടാറില്ല, ഇന്നിപ്പോൾ അല്പം ചേർത്തെന്ന് മാത്രം. ഇങ്ങനെ മൂടി വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് മൂടി മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം, അടിയിൽ കൂടുതൽ കത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടി. വെജിറ്റബിൾസ് നന്നായി കുക്കായി. ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുക്കേണ്ടിയിരുന്നത്. ഉരുളക്കിഴങ്ങ് ഞാൻ സെപ്പറേറ്റ് വേവിച്ചതാണ്. ചെറിയ ഉരുളക്കിഴങ്ങായതുകൊണ്ട് ഇതിനെ സെപ്പറേറ്റ് കുക്കറിൽ വേവിച്ചിട്ട് തോല് കളഞ്ഞെടുത്തതാണ്. അപ്പോൾ മട്ടർ ഞാൻ വേവിക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ചേർത്തില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.